മയ്യത്തിന് പുറത്ത് പിടിച്ചിട്ട് എന്റെ മക്കൾ കരയുന്നത്. നാളെയാണ് എന്റെ ഭാര്യയോട് ഞാൻ സലാം ചൊല്ലുന്നത്. നാളെയാണ് എന്റെ തൊണ്ടക്കുടിയിലെ ശബ്ദം വിട്ടുപോകുന്നത്. ഒരാൾ 2 മണിക്കൂർ നിർത്താതെ സംസാരിച്ചാൽ 2 ലക്ഷം അക്ഷരം പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. പൊന്നുമോനെ, ഞാൻ പ്രസംഗം നടക്കിയിട്ട് 18 വർഷമായി. ഈ 18 വർഷം കൊണ്ട് എത്ര അക്ഷരം എന്റെ കണ്ടനാളത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അത്രത്തോളം കോടാനുകോടി അക്ഷരങ്ങൾ ഈ കണ്ടനാളത്തിൽ നിന്ന് വിസ്മയിപ്പിച്ചുകൊണ്ട് പടത്തിക്കൊണ്ടുപോയ അഹമ്മദ് കബീർ, അവന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം വെളിയിൽ വരാതെ മലത്തിക്കിടത്തപ്പെടുന്നൊരു ദിവസമുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന മക്കളോട് വാപ്പാ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ മക്കള് വാപ്പ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിങ്ങൾ വരുന്നതിനും കാത്ത് നിങ്ങളുടെ വാപ്പയുണ്ടാകുമെന്ന് പറയാണ്. മക്കളെ, സ്വർഗത്തിന്റെ പഴങ്ങളെ താരത്തിന് വെച്ച് തരുന്ന സുന്നത്തിന്റെ കട്ടിലെ പടച്ചറപ്പിച്ചാലിരുത്തുന്ന ഒരു തുള്ളി വേർപ്പെടുകയാണ്. ഇപ്പൊ എന്നെ നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പെടുകുന്നുണ്ട്. ആ വേർപ്പെടുകുന്നത് എന്തിനെന്നറിയോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇതെന്നെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഞാൻ അനുഭവിക്കുന്ന വേർപ്പുതുള്ളിയാണിത്. പക്ഷേ ഒരു തുള്ളി വേർപ്പുതുള്ളി നമ്മുടെ ശരീരത്തിൽ നിന്നൊഴുകാറ് നമ്മുടെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയാണ് സ്വർഗം. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. നീ ആഗ്രഹിച്ചതൊക്കെ നിന്റെ കൺമുമ്പിൽ പടച്ചറപ്പ് നൽകുന്ന ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ വാപ്പ പോകുന്നത്. നിങ്ങളെ കാത്തു വാപ്പ എവിടെ ഉണ്ടാകുമെന്ന് പൊട്ടിക്കരയുന്ന എന്റെ മക്കളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 18 വർഷം കൊണ്ട് കോടാനുകോടി അക്ഷരങ്ങള് ഉമിനീരിൽ തേലത്തി പറന്ന എനിക്ക് ആ സമയത്ത് മിണ്ടാൻ കഴിയാറ്. അത് കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി കിടക്കേണ്ടി നിൽക്കുന്നൊരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ദിവസമാണ് തുഅമ്മലു ഫിദ്ദുനിയാ, തുഅമ്മലു ഫിദ്ദുനിയാ. ഈ ദുനിയാവിലെ ആഗ്രഹങ്ങൾക്ക് അറുതിയിടപ്പെടുന്ന ദിവസം നാളെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് നമ്മൾ ആര് എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നു. അന്നാണ് നമ്മൾ ജീവിതത്തിൽ മാറാൻ തുടങ്ങുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ. എത്ര നിസ്കരിക്കാൻ കൈകെട്ടിയാലും എല്ലാ പെണ്ണുങ്ങളെയും സംശയമാണ്. നിസ്കാരത്തിന് കൈകെട്ടുമ്പോ ഭയങ്കര ചിന്തകളാ. നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ. എന്റെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ ഒരു ദിക്ർ പറഞ്ഞു തടുക്കുമോ? ദിക്റില്ല പെങ്ങളെ, സലാത്തില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടണോ? കന്ന സലാത്ത് മുവദ്ദിഅൻ, യാത്ര പറയാൻ പോകുന്നവന്റെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കുക. ഇതെന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. നാളെ സുബഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഞാൻ മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പോവുകയാ. ഇതൊടുക്കത്തെ നിസ്കാരമാണെന്ന് ഓരോ വഖത്ത് നിസ്കരിക്കുക. എന്നാ നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടുമെന്ന് ലോകത്തിന്റെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, ആമനയുടെ പൊന്നൊളി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട്, ആണും പെണ്ണും ഒക്കെ. 2025 കേരളത്തിൽ പുരുഷന്മാരെക്കാൾ മദ്യപന്മാർ സ്ത്രീകളാകുമെന്നാണ് പുതിയ സാമൂഹ്യ വകുപ്പിന്റെ സർവേ. സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങി, 7 വയസ്സുകാരൻ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് ഇന്ന് നമ്മുടെ മുമ്പിൽ. പെണ്ണുങ്ങൾ കള്ളുടിക്കാൻ തുടങ്ങി. ഈ അടുത്ത സമയത്ത് ആറ്റിങ്ങലെടുത്ത് തന്നെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കെട്ടിച്ചു.
വിവാഹമെന്ന ഫെയിലർ ആയപ്പോ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള സദസ്സിൽ പറഞ്ഞത്, ആ വീട്ടിലെ ആണും പെണ്ണും മുഴുവനും വൈകുന്നേരം ടെറസിലിരുന്ന് മദ്യപിക്കും, എന്നെ മദ്യപിക്കാൻ എന്നെ നിർബന്ധിച്ചു, ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് ഒരു പെൺകുട്ടി ഒരു അനുരഞ്ജന സദസ്സിൽ ഈ മഹലിൽ ആറ്റിങ്ങൽ പരിസരത്തുള്ള ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വീടൊന്നും പറയുന്നില്ല, കാരണം ഇത് നടുറോട്ടിട്ട് കുത്തിക്കൊല്ലണ സ്ഥലമാണ്. അതുകൊണ്ട് പട്ടാപ്പകൽ പോകുന്നവനെ പുറകിൽ നിന്ന് മാങ്ങാക്കത്തി കൊണ്ട് എറിയണ നാടായി മാറി. അതുകൊണ്ട് ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ആലപ്പുഴ തീരദേശ ഹൈവേയിൽ പോലീസ് ചെക്ക് ചെയ്യുന്നു മദ്യപിക്കുന്നവരെ നോക്കി. ആ സമയത്തൊരു ഭാര്യയും ഭർത്താവും ഡീസന്റായി കാർ ഓടിച്ചു വന്നു, നിർത്തി. അവർ അനലൈസറിൽ ഊതാൻ പറഞ്ഞു. ഊതിയപ്പോൾ ബീപ് ശബ്ദമടിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിരുന്നു. അയാള് പറഞ്ഞില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ശബ്ദം കേട്ടി, അത് നിങ്ങളുടെ യന്ത്രം തകരാറാണ്. തർക്കമായി. അവസാനം ഈ വിദ്വാൻ പറഞ്ഞു, അത്രേ ഫ്രണ്ടിൽ മഫ്തേക്കിട്ടൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, എന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് ഊതിപ്പിക്കാം. ഏതായാലും ഈ യന്ത്രം കേടായത് കൊണ്ടാണോ എന്നറിയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഊതാൻ പറഞ്ഞു. അവൾ ഊതി. അപ്പോഴും ശബ്ദം കേട്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല യന്ത്രം കേടാന്ന്. എന്റെ ഭാര്യ ഊതിയിട്ട് പറയുന്നത് ശബ്ദം കേൾക്കുന്നു, അപ്പൊ ഈ യന്ത്രം കേടാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിരപരാധിയാണ്. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് നിരപരാധിയാണ്. അവരോട് പറഞ്ഞു, സോറി, എനിക്ക് തെറ്റുപറ്റി. ഇതോടെ പരിശോധന അവസാനിപ്പിച്ചു. യന്ത്രം കേടാ, പിന്നെ എന്ത് പരിശോധന? അവർ രണ്ടുപേരെയും വിട്ടയച്ചു. യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് ആർക്കാ? SI-ക്കാണ്. ഇവളും കുടിച്ചിട്ടുണ്ട്. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇത് റൊമാൻറ്റിക്. ഇത് വിക്ടർ യുഗോയുടെ നാടകത്തിന്റെ റൊമാൻറ്റിക് ഭാവനയൊന്നുമല്ല, ചിരിക്കാൻ പറയുന്നതുമല്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൽ നിന്ന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇന്നെന്റെ വീട്ടിൽ വെറുതെ ഒരു പുതിയ കാർ എടുക്കുന്ന കാര്യം വെറുതെ ചർച്ച ചെയ്യുന്ന പുറകെ അവന്റെ മൂത്ത മോടി വന്നു. 10 വയസ്സ് കഴിഞ്ഞു. അവന്റെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, വാപ്പി ഇതെടുത്താൽ മതി, പുതിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇതെവിടെ നിർത്തി? അത് നെറ്റിലുണ്ടോ വാപ്പി? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, നീ വാക്ക വീട മോൻ തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഒരു വാഹനമായതുകൊണ്ട് ശരി, അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ എപ്പോഴേ ഭാര്യയോട് പറഞ്ഞു, മൊബൈൽ ഇനി കുട്ടികളുടെ മുമ്പിൽ വെക്കാൻ പാടില്ല. എന്റെ ഭാര്യയുടെ അപ്പം ഞാൻ പറഞ്ഞു, മൊബൈൽ ഇനി കുട്ടികളുടെ മുമ്പിൽ അവന് 10 വയസ്സായി, കൈയെത്തുന്ന ദൂരത്ത് വെക്കാൻ പാടില്ല. നീ അറിയാതെ അവർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരവസ്ഥയിൽ ലോകം മുഴുവനും, പണ്ടൊക്കെ നമുക്കിത് പറയാൻ കഴിയോ? ഞാൻ പറഞ്ഞതിന് വാർത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവനവന്റെ വീട്ടിൽ തന്നെ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ ഒരവസ്ഥയിൽ മാറുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ദിക്റുൽ മൗതി, മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എല്ലാവരും മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എനിക്ക് പറയാനുള്ളത്, ഏതായാലും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സമയം എല്ലാവരും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ, മരിക്കും എന്ന കാര്യം ഉറപ്പാണെങ്കിൽ ആ മരണം എനിക്ക് മനോഹരമാക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഞാൻ ഏതായാലും ഒരു ദിവസം പോകും, ഉറപ്പാണ്. എന്നാൽ പിന്നെ ആ പോകുന്ന ദിവസം ഞാൻ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പോകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താ നമ്മൾ ഇതുകൊണ്ട് നേടിയത്? റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ ഒരു നാടകമുണ്ട്, ദ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. അതൊരു ചെറിയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. രാജാവ് പറഞ്ഞു, പ്രജകൾ കൊട്ടാരത്തിൽ വന്നാൽ രാവിലെ മുതൽ അവർ ഓടാൻ തുടങ്ങണം. രാവിലെ മുതൽ ഓടി എവിടെ പോയി അവർ ഓട്ടം നിൽക്കുന്നുവോ അത്രയും സ്ഥലം അവർക്ക് ഞാൻ എന്ന് എഴുതി കൊടുക്കും. നാട്ടുകാർ മുഴുവനും വന്നു. രാവിലെ മുതൽ ആളുകൾ ഓടാൻ തുടങ്ങി. എവിടം വരെ ഓടിയെത്തുന്നു അത് മുഴുവനും രാജാവ് അവർക്ക് സ്വന്തമായി കൊടുക്കും. ബാവോ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അയാൾ ഓടാൻ തുടങ്ങി. ഓടി ഓടി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ച് വിഷണ്ണനായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പാപമാണ്. ഓടി തളർന്ന് തൊണ്ട വളർന്നപ്പോ ആളുകൾ കൊണ്ടുപോയി വെള്ളം കൊടുത്തു. അയാൾ പറഞ്ഞു, വെള്ളം കുടിക്കാൻ നിൽക്കാൻ എനിക്ക് സമയമില്ല, അത്രയും സമയം കൂടി ഓടി തീർത്താൽ അത്രയും മണ്ണ് കൂടി എനിക്ക് സ്വന്തമാണ്.
അവസാനം ഓടി ഓടി തളർന്നു മരണവെപ്രാളമായി. ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഒരടി കൂടി കൂടിയാൽ അത്ര മണ്ണും കൂടി എനിക്ക് സ്വന്തമാണ്. അവസാനം അയാൾ ആ പാതപടിയിൽ തളർന്നു വീണു മരിച്ചു. രാജാവ് പറഞ്ഞവൻ ഓടിയ സ്ഥലം ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഒന്ന് അളന്നു നോക്കാൻ പറഞ്ഞു. രാജകിങ്കരന്മാർ വന്ന അയാൾ ഓടിയ സ്ഥലം അളന്നു നോക്കി. കൃത്യം 6 അടി ഉണ്ടായിരുന്നു. 6 അടി അവന് കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി വല്ല സാമ്യമുണ്ടോ? ഒന്ന് എന്നെ നോക്കി. ഞാൻ ഈ പറഞ്ഞ കഥയ്ക്ക് നമ്മുടെ ജീവിതമായി എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ? ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ കഴിയാതെ, ഒന്ന് നന്നായി വിശ്രമിക്കാൻ കഴിയാതെ, നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭാര്യയുടെയും മക്കളുടെ കൂടെയും ഒരു അല്പനേരം സ്വന്തമായിട്ടൊന്ന് ഇരിക്കാൻ കഴിയാതെ, നമ്മുടെ മാതാപിതാക്കളോട് കുശലം ചോദിക്കാൻ പോലും സമയമില്ലാതെ, ഒരു മുണ്ട് പോലും എടുത്തെടുക്കാൻ കഴിയാതെ, രോഗമുണ്ടെന്നറിഞ്ഞിട്ടും ഡോക്ടറെ പോലും കാണാൻ പോലും സമയം കിട്ടാതെ നമ്മൾ ഇങ്ങനെ ഓടി 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 സമ്പാദിച്ചിട്ടും ഏറ്റവും അവസാനം നമുക്ക് സ്വന്തമായി കിട്ടിയത് എന്താണ്? എന്താ സ്വന്തമായി കിട്ടിയത്? 6 അടി മണ്ണ്. 6 അടി മണ്ണിന്റെ ജന്മി എന്ന് പഴയൊരു പാട്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓടിയിട്ടൊക്കെ നമുക്ക് കിട്ടിയത് 6 അടി മണ്ണല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ആരാ കൊണ്ടുപോയത്? ആരും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ? എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും ഒരു ദിവസം ഈ ലോകത്തിന്റെ ഈ തീർത്ഥാടനത്തിന് അവസാനം കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 6 അടി മണ്ണ് മാത്രമാണ് എനിക്ക് സ്വന്തമുള്ളതെങ്കിൽ എന്റെ അവസാനത്തെ മരണ ദിവസം ഏറ്റവും മനോഹരമാക്കണമെന്ന് എനിക്ക് ചിന്തിച്ചുകൂടെ? അതാണല്ലോ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ തെളിവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ അസ്റായീൽ എത്ര പേടിക്കേണ്ട ആളൊന്നുമല്ല. എല്ലാവരും മരണദൂതനെ പറഞ്ഞ് പേടിക്കാറുണ്ട്. പക്ഷേ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന നേരം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉറക്കെ പറഞ്ഞു, ഹബീബുന ജാഇലാ ഫാഖാ. ഞാൻ ഇതേവരെ കാണാൻ ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരൻ ആരെയാണോ ഒന്ന് കാണാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊതിച്ചിരുന്നത്, ആ കൂട്ടുകാരൻ ഹബീബുന് ജാഇലാ ഫാഖാ. ആ കൂട്ടുകാരൻ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്നവല്ലോ. ഞാൻ ഇയാളെയാണ് കാണാൻ കൊതിച്ചിരുന്നത്. ഇദ്ദേഹം വരുന്നത് കാത്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഈ അസ്റായീലിനെ കാണുമ്പോ ഹബീബുന് എന്റെ കൂട്ടുകാരനാണ് ജാഇലാ ഫാഖാ. എന്റെ തലയുടെ മുകളിൽ ആ കൂട്ടുകാരൻ വന്നു നിന്നല്ലോ എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഏത് സമയത്ത് വിട പറഞ്ഞാലും ആ സമയത്ത് സന്തോഷത്തോടെ വിട പറയാൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 1-2 മരണങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമതൊരു മൂലി കൂടി പ്രവാചകൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേറെ പ്രാവർത്തികമാക്കാനുള്ളതാ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട പുത്രി ആയിഷ റളിയല്ലാഹു തആല ഉപ്പാന്റെ അടുക്കലേക്ക് വരികയാ. ഉപ്പാന്റെ മരണവേദന കണ്ടിട്ട് ഉപ്പാന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടു പോയാൽ പിന്നെ ഉപ്പാക്ക് പകരം നിങ്ങൾക്ക് ആരാണുള്ളത്? ഉപ്പാക്ക് പകരം മറ്റൊരാളില്ലല്ലോ ഉപ്പാ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ ആയിഷ, മരണമെത്തിയാൽ അങ്ങനെ പറയണമെന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു തന്നത്? നീ ആഗ്രഹിക്കാതെ ഓടി ഒളിച്ച മരണം നിന്റെ കൺമുമ്പിലെത്തി നിന്നെ ഇതാ മരണം പിടികൂടാൻ പോവുകയാണ്. അങ്ങനെയല്ലേ പറയേണ്ടത് ആയിഷ? ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. വബിയൽ യുസ്തസഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി.